വളരെ മികച്ച ഒരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു ഡോക്ടർ വയലറ്റ് പ്രിൻസസ് യൂട്യൂബ് ചാനൽ. ഓണത്തലേന്ന് ഉത്രാടാണ് കേട്ടോ. ആക്ച്വലി ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടം എന്നൊരവസ്ഥയാണ് എനിക്ക് എപ്പോഴും. എൻ്റെ കല്യാണവും ഓണത്തിനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കുറയ്ക്കണ്ട, പോകാൻ ഇനി 4-5 ദിവസമേ ഉള്ളതുകൊണ്ട് പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതെൻ്റെ ബുഗാഡി ക്ലീൻ ചെയ്യാൻ വേണ്ടി നോർമൽ സലീനും ബഡ്സ് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് പോവാൻ ഇത്ര ദിവസം ഉള്ളെങ്കിൽ കൂടി ഓണം മിസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇന്നും പതിവ് പോലെ കാര്യമായിട്ട് വീട്ടിൽ അത്തപ്പൂ ഇടാൻ ഉള്ള മാസ്റ്റർ എത്തിയിട്ടുണ്ട്. ഇതാണ് ആരോമൽ വേണു. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരെ അറിയാമായിരിക്കും. ഞാൻ ഉൾപ്പെടുന്ന ഒരു 10 പേരടങ്ങുന്ന ഒരു ഗ്യാങ് ആണ് നമുക്കുള്ളത്. ആക്ച്വലി എല്ലാവരും ബാക്കി ബോയ്സ് ആണ്. എൻ്റെ ഭർത്താവും അളിയനും ഒക്കെ അതിലുണ്ട് കേട്ടോ. പക്ഷേ കുറേ പേരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. എല്ലാവരും പുറത്തൊക്കെയാണ്. ചിലർ ഗുജറാത്തിലാണ്, കാനഡയിലുള്ളവരുണ്ട്, ദുബായിലുള്ളവരുണ്ട്. അങ്ങനെ പോകാനുള്ള പാക്കിങ്ങും സൈഡിൽ കൂടെ നടത്തുകൊണ്ടുകൊണ്ട് ഓണം ആകുമ്പോൾ നമുക്ക് ഈ കടകളിൽ അത് അത്ര വലിയ സെയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്ത കടയിൽ നമ്മുടെ ഇവിടുത്തെ ഒരു വെയിങ് മെഷീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിരിച്ച് വാങ്ങിച്ചിട്ട് സൈഡിൽ കൂടെ പാക്കിങ് നടത്താമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അവർക്കും പിന്നീട് ഒരു ബുദ്ധിമുട്ടാവുമല്ലോ കടയിൽ ആൾ വരുമ്പോൾ. അതുകൊണ്ട് നൈസായിട്ട് നമ്മൾ രാത്രി തന്നെ ഇതിങ്ങ് എടുത്തിട്ട് വന്നതാണ്. സൈഡിൽ കൂടെ ഞാൻ പാക്കിങ്ങും ചെയ്യാമെന്നൊക്കെ വെച്ച്. പക്ഷേ ഇന്ന് പാക്കിംഗ് നടക്കുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഈ അത്തപ്പൂ മാമാങ്കം ഒരു സംഭവമാണ് ഇവിടെ. ഒരു രാത്രി ഒത്തിരി ഇന്ന് ആക്ച്വലി ഞങ്ങൾ പതിവിൽ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 9:30 ആയി സ്റ്റാർട്ട് ചെയ്തപ്പം. മിക്കവാറും ഇന്ന് എപ്പോൾ തീരും എന്നുള്ള ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഞങ്ങൾ അത്തപ്പൂ തുടങ്ങുകയാണ്. കുറച്ച് പേരൊക്കെ നാട്ടിൽ വരുന്ന സമയമായാലും ഞങ്ങൾ ഉള്ളവരെ വെച്ചിട്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്. നമ്മൾ പുറത്ത് പോകാറുണ്ട്. അപ്പം അതിൽ ഒരാളുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും തുല്യമാണ് കേട്ടോ. എല്ലാവരും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർ പൊഴിഞ്ഞു വരികയാണ് കേട്ടോ. എൻ്റെ എന്താ പറയുക, എൻ്റെ സ്വന്തം ബ്രദേഴ്സ് എന്നുള്ളൊരു ഫീലുണ്ടല്ലോ. എനിക്ക് മോർ ദാൻ മൈ ബ്ലഡ്, എനിക്ക് എല്ലാമാണ് ഇവരെല്ലാവരും. ചുവന്ന പൂ, പിന്നെ ഇതാ ഓറഞ്ച് പൂ, ഏതോ ഒരു പൂ ഇരിക്കുന്നു. അത്തപ്പൂ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇട്ട സ്ഥലം ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അമ്പിളിയമ്മ ഇങ്ങനെ ഇത് ഇൻസ്പെക്ഷന് വന്നതാണ്. നോക്കിയപ്പോഴാണ് നമ്മൾ നേരെ ഇറങ്ങുമ്പോൾ തന്നെ ചവിട്ടും എന്നൊരിതായതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ആരോമൽ വേണു എല്ലാം എടുത്ത് മാറ്റുകയാണ്. ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ, ഹലോ. ഡയറക്ടർ പ്രൊഡ്യൂസർ അല്ല, ഇത് ആർട്ടിസ്റ്റാ, ആർട്ട് ഡയറക്ടർ. ഇത് എഡി അസിസ്റ്റന്റ് ഡയറക്ടർ. ഇത് എഡിയാ, പട്ടിപ്പണിയുള്ള എഡി. ഞാനാരാ പ്രൊഡക്ഷൻ കൺട്രോളർ. ഒന്നും മനസ്സിലായില്ല. പക്ഷെ എന്നെ തല അങ്ങനെ വെച്ച് അവസാനം ഒരു കാര്യം മനസ്സിലായി. ഞാൻ ഒറ്റയ്ക്കാന്ന് പറഞ്ഞപ്പോ മനസ്സിലായി ഫുഡ് വേണമെങ്കിൽ ഞാൻ വെച്ച് തരാം എന്ന്. റൊട്ടി മനസ്സിലായി, അത് മാത്രം മനസ്സിലായി. റൊട്ടി ചോറ്. അമേരിക്കയിൽ നിന്ന് മിസ്റ്റർ കാരിയത്ത്, കുവൈറ്റിൽ നിന്ന് മണ്ണടി, പാലക്കാട് നിന്ന് ശ്രീലക്ഷ്മി. അങ്ങനെ അവരെയും കുറച്ചു നേരം വീഡിയോ കോൾ ചെയ്ത് കുറച്ച് കത്തിയൊക്കെ വെച്ചു. തുറക്കാൻ പറ്റാത്തോണ്ടാണ് ഞാൻ അപ്പുറത്തൂടെ വരാൻ പറഞ്ഞത്. വേറെ ബ്രൗണോ ബ്ലോഗർ ആനന്ദ് വി കാരറ്റിനൊപ്പം ഗൗതം കൃഷ്ണ, ഹലോ. എന്റെ വാക്കാരോ കടമെടുക്കുന്നു. എന്റെ വാക്കാരോ കടമെടുത്തുന്നു പെണ്ണുപിള്ള.
ഇതാണ് നമ്മുടെ പൂക്കി വിഷ്ണു വിയാറും ചൂനാട്ട് അഥവാ ബ്രൂണോ, ഞാനിട്ട പേരാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ വോയിസ് ഓവർ ചെയ്യേണ്ട ആവശ്യമേ വരില്ല. ഇവന്മാരുടെ തഗ്ഗും എന്നെ ഊക്കലും ഒക്കെ കേട്ട് തന്നെ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. ഡോക്ടർ പെണ്ണുപിള്ള സിംപ്ലിസിറ്റിയാണ് മെയിൻ. മറ്റേ ഒരു ചെറിയൊരു ഒരു വള്ളി എടുത്തിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറക്കി വെച്ചാൽ മതി. കഴിഞ്ഞു. ശരിയാ, എനിക്കും വട്ടമല്ല ചതുര വരുന്നത്. ഇത് നല്ല രസം ഉണ്ടായിരുന്നു, അതിനെ നശിപ്പിച്ചിപ്പോ ഇവൻ തന്നെ ചതുരമായിരുന്നു നല്ലത്. ചേച്ചി ഇത് വട്ടത്തിൽ ഇടാ ചുമപ്പൊന്ന്, എന്നിട്ടല്ലേ ബാക്കി ഒന്ന് ഇട്ടതാ. ചൂടോ കുളിച്ചില്ലേ? ബാക്കി നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഞാൻ വീട്ടിലോട്ട് പോയിട്ട് തിരിച്ചവിടെ വരെ വരുന്നത്. പൂവിന്റെ വേസ്റ്റ് ആണ്, അതുകൊണ്ടൊരു കാര്യമില്ല. അണ്ണാ ഒരു ചെറിയ അത്തപ്പൂക്കളോടെ ബാക്കി വെച്ചേക്കാം. ഇതിന്റെ നടുക്കേ റോസാപ്പൂ വെച്ചാലോ? ഞാൻ പറഞ്ഞാണ് താമര ഒക്കെ മേടിക്കാൻ, അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഉണ്ണിക്കൂടെ പറഞ്ഞു വേണ്ടാന്ന്. നല്ല നല്ല കുടം പോലത്തെ താമര. നീ പറയുമ്പോ നീ പറഞ്ഞു വേണ്ട, അതൊക്കെ അധികം പറ്റാം. ഇനി ഇവിടെ ഇങ്ങനെ ആ മഞ്ഞയുടെ അപ്പൊ കൊള്ളത്തില്ല. ഇതിന്റെ റൗണ്ട് ഒരു പച്ച വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇവിടെ കണ്ടില്ല ചെടി കൊണ്ടതില്ല, അല്ല വേറെ ചെടി കൊണ്ടതില്ല, മരം പോലെ തന്നെ ഇടണം. ആ സാധനം ഇങ്ങനെ 4 വർഷം മുമ്പുള്ള കാര്യം പറയുന്നു. വിഷ്ണുവിന്റെ വീട്ടിലുണ്ട് ചേമ്പ് വെച്ചിട്ടുണ്ട്, ഒരു 5-6 ചേമ്പ്. എടാ ഗൗതമേ, നീ ഇവിടെ പ്രൊഫഷണൽ സിനിമാറ്റോഗ്രാഫർ ഒന്നും ആവാൻ പോകുന്നില്ല. അതിങ്ങോട്ട് തള്ളി തരുമല്ലോ. എന്തുവാ ഓച്ചറയിലൊക്കെ എന്തോ പറയുന്നത്. നമുക്ക് പച്ചയിടാം. ഞങ്ങളിവിടെ ഇങ്ങനെ കത്തിയൊക്കെ വെച്ചിരിക്കുമ്പം അമ്പിളിയമ്മ ഉറക്കം നിങ്ങിട്ടാലും ഞങ്ങൾക്ക് കുറച്ച് കാപ്പിയും ശർക്കര വരട്ടിയും ചിപ്സും ഉപ്പേരിയൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ പോകുന്നതിൻ്റെ വിഷമം കൂടി ഉള്ളതുകൊണ്ട് അമ്പിളിയമ്മയ്ക്ക് അത്ര ഒരു ഉഷാറല്ല, എന്നാലും കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഈ അത്തപ്പൂ മാമാങ്കത്തിൽ ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്ന ഒരേ ഒരാൾ ഞങ്ങളുടെ ആരോമലാണ് കേട്ടോ. അവനാണ് ഡിസൈൻ വരയ്ക്കുന്നതും എല്ലാ കാര്യങ്ങളും അവൻ മാത്രമാണ് ചെയ്തത്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ വട്ടത്തിലിരുന്ന് കത്തിയടിച്ചുകൊണ്ടിരിക്കും. അവസാനം അവന് ദേഷ്യം വരും. എൻ്റെ വീട്ടിലുള്ളപ്പം എനിക്ക് പൊഞ്ചേച്ചിയായിരുന്നു കേട്ടോ ആരോമലിന് പകരം. പുള്ളിക്കാരെയായിരുന്നു ഇതിനകത്തൊക്കെ മെയിൻ. ഈ ഡിസൈൻ ചെയ്യാനും വരയ്ക്കാനുള്ള ഒരു ഐഡിയ ഒക്കെ ഫുൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഞാൻ ഇതുപോലെ തന്നെ സൈഡിൽ ഇരുന്ന് എൻ്റർടൈൻമെൻറ്റ് കൊടുത്തിട്ട് പൂക്കളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നല്ലാണ്ടൊന്നുമില്ല. എനിക്ക് സത്യത്തിൽ ഇതിൻ്റെ ഏറ്റവും ഫൈനൽ പാർട്ടാകുമ്പോഴത്തേക്കും ഈ ലൈറ്റ് ഇതുപോലെ വെച്ചിട്ട് ഈ കാക്കവിളക്ക് വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് ഈ വീഡിയോ എടുക്കുന്നതാണ് എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാർട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് എനർജിയൊക്കെ വരും. സത്യത്തിൽ ഈ ഹാപ്പി ഓണം എൻ്റെ ഒരു ബുദ്ധിയായിരുന്നു. അത് കുളമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, കുഴപ്പമില്ലല്ലേ. അങ്ങനെ ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു സിനിമാറ്റോഗ്രാഫിക് ഒരു ലെവലിൽ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗൗതം കുന്നിടയാണ് അതിൻ്റെ മെയിൻ. അപ്പോൾ ഞാൻ അവനെ അങ്ങ് കണ്ടില്ലേ, പറഞ്ഞ പോലെ തന്നെ സമയം വല്ലാണ്ട് അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പം തന്നെ 1:30 നാളെ ഇനി എല്ലാവരും കൂടി എണീറ്റൊരു അമ്പലത്തിൽ പോക്കൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ പരിപാടിയാണ്. ആരോമൽ വീട് തകർന്ന് തരിപ്പടമായിട്ടിരിക്കുന്നു. കാര്യാട്ട് വീട്ടിൽ എൻ്റെ കണ്ണമോനില്ലാത്ത എൻ്റെ ഫസ്റ്റ് ഓണാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി ഞങ്ങളുടെ അത്തപ്പൂ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അവിടെയൊക്കെ സെറ്റാക്കി വൃത്തിയാക്കി വെച്ചു. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ദാ ഇനി ഞങ്ങൾ ഒരു ഹാപ്പി ഓണവും കൂടി വിഷ് ചെയ്തിട്ട് എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ബാക്കി തിരുവോണത്തിൻ്റെ അന്നത്തെ വ്ളോഗ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ടാറ്റാ.